ഹലോ, വെൽക്കം ടു മിനിഷി വ്ളോഗ്സ്. ഇന്ന് നമുക്ക് ഒരു ചീര അവിയൽ ഉണ്ടാക്കാമേ. ചീരയും ചക്കക്കുരും അവിയൽ. ചീരയും ചക്കക്കുരും മാത്രമല്ല, കൂടെ ചില ടേസ്റ്റ് മേക്കിംഗ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. എല്ലാം ചേർത്ത് ഇത് അവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇന്ന് കാണിച്ചു തരാമേ. ഇതൊരു നല്ല അടിപൊളി അവിയലാണ്, നല്ല രുചിയുള്ള അവിയലാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. നിങ്ങൾ ചക്കക്കുരു അല്ലേ എന്നൊന്നും വിചാരിക്കേണ്ട, നല്ല ടേസ്റ്റുള്ളൊരു കൂട്ടാനാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. ഇത് കഴിച്ചില്ല, ഈ അവിയൽ കൂട്ടിയില്ലെങ്കിൽ നഷ്ടമാണ്. അത്ര നല്ല അവിയലാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാനിപ്പോൾ ഉണ്ടാക്കി കാണിക്കാമേ. ഞാനിപ്പോൾ അവിയൽ ഉണ്ടാക്കാനായിട്ട് പോവാണേ. നമ്മുടെ സ്വാദിഷ്ടമായ ചീര ചക്കക്കുരു അവിയലേ. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു ചട്ടി എടുത്തേക്കുന്നത്. ചട്ടി എടുത്ത് നമുക്ക് അടുപ്പ് വെച്ച് അവിയലുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഓക്കെ, വാ അവിയലുണ്ടാക്കാനായിട്ട് ഞാനിപ്പം ഇതുപോലെ 1 കപ്പ് ചക്കക്കുരു അങ്ങോട്ട് ഇടുവാണേ. ചക്കക്കുരു ഇട്ടിട്ട് അതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മൾ സാധാരണ ചേർക്കുന്ന പോലെ ഇത്രയും മുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും ആയിട്ട് ഇതിനകത്തോട്ട് നമ്മളിപ്പോൾ ഇതിന് 1 കപ്പ് വെള്ളം കൂടി ഒഴിക്കുക. ഇതിന് 1 കപ്പ് വെള്ളവും ഒഴിച്ച് നല്ല ഇളക്കി ഇതിപ്പോൾ നമുക്കങ്ങ് അടച്ചു വെച്ച് വേവിക്കാം. വെച്ച് പകുതി വേഗമാകുമ്പോൾ നമുക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാമേ. നോക്കാം ചക്കക്കുരു എന്തായെന്ന് നോക്കാമേ, വേകാറായെന്ന് നോക്കാമേ. ഇതൊരുവിധം ഒടിയുന്ന പരുവമായി, പകുതി വെന്ത്. ഇപ്പോൾ നമുക്ക് ഇതിനകത്തോട്ടൊരു 1/2 ടീസ്പൂൺ ഉപ്പിടാമേ. ഉപ്പ് പിന്നീട് ഇടാനാണ് അത് മൊത്തത്തിൽ. ഇപ്പം ഇതിനുള്ള ഉപ്പ്, ഇതൊന്നും ഉപ്പ് പിടിക്കണമല്ലോ, അതിനുള്ള ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ അതിനുള്ളിൽ അത് വെന്ത് കിട്ടും. 2-3 മിനിറ്റ് കൂടെ ഒന്ന് വെച്ചിട്ട് നമുക്ക് അടുത്തതിടാം. ഇപ്പം നമ്മുടെ ചക്കക്കുരു വെന്ത് കുറച്ച് വെള്ളമുണ്ട്, അതിരിക്കട്ടെ. ചക്കക്കുരു വെന്തു. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഞാൻ കുറച്ച് മുരിങ്ങയ്ക്ക കുറച്ചും കൂടെ ഉണ്ടെങ്കിലും നല്ലതായിരുന്നു. ഇത്ര ഉള്ളായിരുന്നു എൻ്റെ അടുത്ത്. കുറച്ച് മുരിങ്ങ, മുരിങ്ങയ്ക്കായ്ക്ക് വേണ്ടിയാണ് ഞാനിപ്പം ചീര അവിയൽ വെച്ച്. കുറച്ച് മുരിങ്ങയ്ക്ക, കുറച്ച് മാങ്ങ പുളിയുള്ള മാങ്ങയാണ്, ഇത്ര വേണ്ടായേ. ഇത് പുളി കുറവാണ് മാങ്ങയ്ക്ക്, അതുകൊണ്ട് ഞാൻ ഒരു മാങ്ങ കിട്ടും, അല്ലെങ്കിൽ 1 മുറി മാങ്ങ മതി. ഇത് രണ്ടും, പിന്നെ ഒരു വലിയ സവാള, ഒരു 2-3 പച്ചമുളക്, അത്ര അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഇതൊന്ന് വേകട്ടെ. അത് വെന്തിട്ട് വേണം നമുക്ക് ചീര ചേർക്കാൻ. അപ്പോൾ നമ്മുടെ ചക്കക്കുരുവും മാങ്ങായും മുരിങ്ങക്കായും സവോളയും പച്ചമുളകും എല്ലാം കൂടെ കിടന്ന് ഒന്ന് വേകട്ടെ. വേകുമ്പോഴത്തേക്കിന് നമുക്ക് അതിനുള്ള അരപ്പ് അരച്ചുകൊണ്ട് വരാം. അരയ്ക്കാനായിട്ട് ഞാനിപ്പോൾ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയത് ഇടത്തരം തേങ്ങ, 1 മുറി തേങ്ങ, ഒരു 4 വെളുത്തുള്ളി, ഒരു 4 ചുമന്നുള്ളി, 1/2 ടീസ്പൂൺ ജീരകം. ഇത്ര സാധനമാണ് അരയ്ക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത്. ഇതിപ്പോൾ നമുക്കന്ന് അരച്ചുകൊണ്ട് വരാം. ചക്കക്കുരൊക്കെ നന്നായിട്ട് വെന്തിരിക്കുവാണ്. നന്നായിട്ടെല്ലാം നല്ലപോലെ വെന്തു. ഒത്തിരി കുഴയരുത്, ഇങ്ങനെ പീസായിട്ട് കിടക്കണം, കലങ്ങി പോകരുത്. അതിനകത്തോട്ട് നമ്മളിപ്പം നമ്മുടെ ചീര അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ചീര ഇട്ടിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. നേരത്തെ നമ്മൾ ഉപ്പ് കുറച്ചാണ് ചേർത്തിരുന്നത്. അപ്പോൾ ഇനി ഒരു 1/2 ടീസ്പൂണും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാമേ.
ഇപ്പോൾ ഒരു 2 മിനിറ്റ് കൊണ്ട് ഇപ്പോൾ ഈ ചീര അത് വെന്ത് കിട്ടുവേ. നമുക്കൊന്ന് അടച്ചു വെക്കാം. നമ്മുടെ ചീരയും വെന്തേ നന്നായിട്ട് വെന്തു. ഇപ്പോൾ നമുക്ക് അരപ്പിടാം ഇതിനകത്തോട്ട്. അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിനകത്ത് വീണ്ടും പറയുക, ജീരകവും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും തേങ്ങായും കൂടാണ് അരച്ചേക്കുന്നത്. ശകലം വെള്ളം ഒഴിച്ചങ്ങോട്ട് കലക്കി ഒഴിക്കാമേ. ചീര ആയതുകൊണ്ട് നല്ല കുഴഞ്ഞേ ഇരിക്കത്തുള്ളൂ. ഇനി നമുക്ക് കുറച്ച് അലങ്കാര വസ്തുക്കളൊക്കെ ഉണ്ട്. ഇതും ഒരു ടേസ്റ്റ് മേക്കറല്ലേ, കരിവേപ്പില. ഇച്ചിരി നല്ലപോലെ കരിവേപ്പില ഇടണം, അവിയലല്ലേ. ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം. ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കി 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാമേ. ഈ അരപ്പും ആ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. വെളിച്ചെണ്ണയും കരിവേപ്പിലയും ഒന്ന് വേകാനായിട്ട് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. നല്ല അവിയലും അരപ്പൊക്കെ തിളച്ച് നല്ലൊരു പരുവമായി. നമുക്കിതിന് ഉപ്പുണ്ടോ എന്ന് നോക്കാവേ, ഇല്ലെങ്കിൽ ഇച്ചിരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങ ഒക്കെ ഇടുമ്പോഴേ ഉപ്പിച്ചിരി കുറയുമല്ലോ, തേങ്ങ ഒക്കെ ചേർക്കുമ്പോൾ ഉപ്പിച്ചിരി കുറയുമല്ലോ, നോക്കണം കൊണ്ടുവന്നേ. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്, ഒന്നും ചേർക്കണ്ട. ഉപ്പും പുളിയും എല്ലാം കറക്റ്റായിട്ടുള്ള ഒരു സൂപ്പർ അവിയൽ, നല്ല ഡെലീഷ്യസ് ആൻഡ് ഹെൽത്തി അവിയലാണ് ഇത്. ഭയങ്കര ഹെൽത്തി ഒരു അവിയലാണ്. എല്ലാ ചീരയുടെ വൈറ്റമിൻസൊക്കെ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. ചീര ഇലക്കറികളൊക്കെ നമ്മൾ ദിവസവും കഴിക്കേണ്ട സാധനമല്ലേ. ചീരത്തോരൻ കൂട്ടി മടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക, ഇതൊരു പ്രത്യേക സ്വാദാണ്. നിങ്ങൾ അപ്പം നമ്മുടെ ഡെലീഷ്യസ് അവിയൽ എല്ലാവരും ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ, സീ യു.